ചക്കയുടെ സീസണിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാക്കാനാണല്ലേ. അപ്പോൾ നന്നായിട്ട് പഴുത്ത ചക്ക വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് റെഡിയാക്കി നോക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേന്ത്രപ്പഴവും വേണം. അപ്പോൾ ആദ്യം എന്താ ചക്കയുടെ ചുള കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു നേന്ത്രപ്പഴം പഴുത്തത് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് പൊളിച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അത് നമ്മുടെ ചക്കയുടെ ചുളക്കനുസരിച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ചുള ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകില്ല. കനം കുറഞ്ഞിട്ടുള്ള ചുളയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് രണ്ടും സൈഡിലേക്ക് ഇതുപോലെ നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ പഴത്തിൻ്റെയും ഇതുപോലെ ചക്കയുടെ ഒക്കെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതുപോലെ ഒന്ന് കാരമലായി വരുന്ന സമയത്ത് നമുക്കിതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു തേങ്ങാപ്പാലിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഷെഫ് പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള ഏത്തക്ക പതിപ്പിച്ചത് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഷെഫ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രെഡിൻ്റെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാനുള്ളതായിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എരിവ് ഒക്കെ ഉള്ള ഒരു കറികളൊക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ അപ്പങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ഞങ്ങളത് ഇവിടെ വെറുതെ കോരി കഴിക്കാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.